നിയമസഭയിൽ എം.എൽ.എ. പി.കെ. നവാസ് നടത്തിയ കന്നി പ്രസംഗത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിരോധത്തിലായി. ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് വൻ കയ്യടികളോടെ സ്വീകരിക്കപ്പെട്ട ആ പ്രസംഗം CPM-നും പോഷക സംഘടനയായിട്ടുള്ള SFIക്കും നേരെയുള്ള സമാനതകളില്ലാത്ത കടന്നാക്രമണമായിട്ട് മാറി. ഇന്നത്തെ കാലത്ത് തെരുവിൽ കാണുന്ന SFI സമരങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങളോ മൂല്യങ്ങളോ ഇല്ല എന്നാണ് നവാസ് തുറന്നടിച്ചത്. ജലപീരങ്കിയുടെയും ലാത്തി ചാർജിന്റെയും ചോര ചീന്തിയ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അഥവാ BGM ഇട്ട് സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്യാനും PR വർക്ക് നടത്താനും മാത്രമുള്ള ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് സംഘമായിട്ട് കേരളത്തിലെ SFI മാറിയിരിക്കുകയാണ് എന്നും അദ്ദേഹം പരിഹസിച്ചു. സമരം എന്താണെന്ന് പുതിയ തലമുറയിലെ പിള്ളേരെ പഠിപ്പിക്കാൻ ഇടതുപക്ഷത്തിലെ മുതിർന്ന നേതാക്കൾ തയ്യാറാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പിനെ സഭയിൽ നവാസ് കീറിമുറിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച ഈ ഒരു പ്രതിപക്ഷം കേന്ദ്രവുമായിട്ട് കരാർ ഒപ്പിട്ട് കേരളത്തിന്റെ വിദ്യാലയങ്ങളെ RSSന്റെ അറവുശാലകൾക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു എന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. RSS അജണ്ട കേരളത്തിൽ 100% നടപ്പിലാക്കാൻ കരാർ ഒപ്പിട്ട ഇടതുപക്ഷം കേരളത്തിലെ സംഘപരിവാറിനെ ഒറ്റിക്കൊടുത്തവരാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു എന്നും അദ്ദേഹം ചങ്കൂറ്റത്തോടെ പറഞ്ഞു. പ്രസംഗത്തിന്റെ ക്ലൈമാക്സിൽ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് പി.കെ. നവാസ് തൊടുത്തുവിട്ട ചൊർച്ചിൽ ഡയലോഗ് പ്രതിപക്ഷ ബെഞ്ചുകളെ പൂർണ്ണമായിട്ടും നിശബ്ദമാക്കി. മുൻപ് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഒരു കുപ്പിയിൽ മലിനജലവുമായി വന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് ചൊറിയുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ അതേ നാണയത്തിൽ തന്നെ നവാസ് തിരിച്ചടിച്ചു. ഇന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ അത് ആ വെള്ളത്തിന്റെ ചൊറിച്ചിലല്ല, മറിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിന്റെ ശീതളഛായയിൽ AC മുറിയിൽ ഇരുന്ന് സുഖിച്ചിട്ടാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പെട്ടെന്ന് വെയിലത്തിറങ്ങി സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചൊറിച്ചിലാണ് എന്നും നവാസിന്റെ പരിഹാസം പ്രതിപക്ഷത്തെ പൂർണ്ണമായിട്ടും വെട്ടിലാക്കി. തന്റെ കന്നി പ്രസംഗത്തിൽ വികസനത്തിന് വേണ്ടി വറ്റിവരണ്ട താനൂരിന്റെ വേദനയും നവാസ് പങ്കുവച്ചു. തുടർന്ന് പുതിയ ബജറ്റിൽ താനൂരിന് ഫിഷറീസ് കോളേജും സ്കിൽ പാർക്കും സ്പോർട്സ് ഹബും പ്രഖ്യാപിച്ചത് സർക്കാരിനോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. മലയാളിക്ക് സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ വിവേകം ഉള്ളതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 102 സീറ്റിലും ഇവർ 36 സീറ്റിലും ഒതുങ്ങി നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നവാസ് പ്രസംഗം അവസാനിപ്പിച്ചത്. നവാസിന്റെ അതിശക്തമായിട്ടുള്ള എയർ ഷോട്ടുകൾക്ക് മുന്നിൽ കൃത്യമായ മറുപടി ഇല്ലാതെ പ്രതിപക്ഷം സഭയിൽ അക്ഷരാർത്ഥത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ആ ഭാഗം നമുക്ക് കാണാം. ശ്രീ പി.കെ. നവാസ് 6 മിനിറ്റ്. സർ, ഈ ധനാഭ്യർത്ഥന ബില്ലുകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ. കന്നി പ്രസംഗത്തിനായി ഞാൻ ഈ സഭയിൽ എണീറ്റ് നിൽക്കുമ്പോൾ എന്നെ വിശ്വസിച്ച് ഇങ്ങോട്ട് അയച്ച താനൂരിലെ പ്രിയപ്പെട്ട ജനങ്ങളുടെ കണ്ണീരും അവരുടെ നെഞ്ചിലെ പ്രാർത്ഥനകളുമായിരുന്നു എൻ്റെ വാക്കുകളിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. സർ, അവഗണനയുടെ കയ്പുനീർ വികസനത്തിന് വേണ്ടി വറ്റിവരേണ്ട താനൂരിന്റെ വേദനയായിരുന്നു അന്ന് ഈ സഭയിൽ ഞാൻ പങ്കുവച്ചത്. സർ, അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട VD സതീശൻ അവർകൾ ഈ സഭയിൽ ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ഏറെ സന്തോഷത്തോടു കൂടി പങ്കുവെക്കുന്നത് ഒരു വിദ്യാലയ മുറ്റത്തേക്ക് നടന്നു കയറാൻ കൊതിച്ച താനൂരിലെ പുതിയ തലമുറക്ക് ഒരു ഫിഷറീസ് കോളേജ് സമ്മാനിക്കാൻ ആ ബജറ്റിലൂടെ സാധ്യമായി എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് സർ. അന്യനാടുകളിലേക്ക് തൊഴിൽ തേടി പോകുന്ന താനൂരിന്റെ കൗമാരങ്ങൾക്ക് ഒരു സ്കിൽ പാർക്ക് ഉണ്ടാകും എന്ന പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ബജറ്റിൽ വന്നു വന്നത് താനൂരിനോട് അദ്ദേഹം കാണിച്ച നന്മയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സർ. താനൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രമാണ്. തൂവൽ തീരവും ഉണ്ണിയാൽ ബീച്ചും കനോളി കനാലും ഉൾപ്പെടെ ഒട്ടനവധി സവിശേഷതകളുള്ള മണ്ഡലത്തെ ഒരു SPV നൽകിക്കൊണ്ട് ടൂറിസം മേഖലയിലേക്ക് ഈ സർക്കാരിന്റെ ശ്രദ്ധയുണ്ടാകുമെന്ന് ബജറ്റിലൂടെ പറയാൻ ശ്രമിച്ച അദ്ദേഹത്തിനോടുള്ള നന്ദി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ് സർ. താനൂരിന്റെ മൈതാനങ്ങളിൽ ചോരയും നീരും ഒഴുക്കി ഈ നാടിന്റെ പ്രശസ്തിക്ക് വേണ്ടി വാനോളം പ്രയത്നിച്ച അനേകം കായിക പ്രതിഭകളുണ്ട് സർ. ആ കായിക പ്രതിഭകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പോർട്സ് ഹബ്ബ് എന്ന് പറയുന്ന ഞങ്ങളുടെ ആശയത്തെ ബജറ്റിലൂടെ അംഗീകാരം നൽകിയിട്ടുള്ള ഈ ഗവൺമെന്റിനെ അഭിനന്ദിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് സർ. ബഹുമാനപ്പെട്ട PWD മന്ത്രി ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മുമ്പിൽ പറയുന്നത് വട്ടത്താണി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതിലേക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ അങ്ങയുടെ ശ്രദ്ധയുണ്ടാകണമെന്ന് പറയാനും വർഷങ്ങളായി അവിടെ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്ന വൈലത്തൂരിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ അങ്ങയുടെ ശ്രദ്ധയുണ്ടാകണമെന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോളേജും അതോടൊപ്പം തന്നെ ഹാർബറും അതിന്റെ പരിപൂർണമായ മുന്നേറ്റത്തിന് ഫിഷറീസ് മന്ത്രിക്ക് മുമ്പിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് സർ. അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ അങ്ങ് ഫണ്ട് വെക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് സർ. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ഇവിടെയുണ്ട്. എന്റെ നിയോജക മണ്ഡലത്തിലെ 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 6 ഇടങ്ങളിലും അവിടെ ജലജീവൻ മിഷന്റെ താനൂർ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്.
മുഴുവൻ റോഡുകളും നിലവിൽ റീസ്റ്റോറേഷൻ കീറിയിട്ടിരിക്കുകയാണ് സാർ. അതിന്റെ റീസ്റ്റോറേഷന് ഫണ്ടില്ലാത്തൊരു പ്രയാസമുണ്ട്. ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിയോട് പറയാനുള്ളത്, ഒരു സ്പെഷ്യൽ ഫണ്ട് കേരളത്തിലെ പഞ്ചായത്തുകൾക്ക് റോഡുകൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫണ്ടുകൾ വിനിയോഗിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യാണ് സാർ. സാർ, ഈ സർക്കാർ അധികാരത്തിൽ വന്ന് വളരെ കുറഞ്ഞ കാലമേ ആയുള്ളൂ, ഒരു മാസം മാത്രമേ കഴിഞ്ഞുള്ളൂ. അതിനു മുൻപേ നേരത്തെ പല അംഗങ്ങളും സൂചിപ്പിച്ചതുപോലെ തെരുവ് സമരം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. സാർ, അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകരായ SFI സുഹൃത്തുക്കളാണ്. ഈ സഭയിൽ ഇരിക്കുന്നവരെല്ലാം സമരങ്ങൾ നിറഞ്ഞ് രാഷ്ട്രീയ ജീവിതങ്ങളിലൂടെ കടന്നു വന്നവരാണ്. സമര പോരാട്ടങ്ങൾക്ക് തങ്ങളുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടവരാണ് ഈ സഭയിൽ അംഗങ്ങളെല്ലാം. സാർ, നമ്മൾ വിളിച്ച സമരങ്ങൾക്കൊക്കെ ഒരു മുദ്രാവാക്യം ഉണ്ടാകാറുണ്ട് സാർ. ആ മുദ്രാവാക്യങ്ങൾക്ക് മൂല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് തെരുവിൽ കാണുന്ന സമരങ്ങൾക്ക് മുദ്രാവാക്യങ്ങളും മൂല്യങ്ങളും ഇല്ലാതെ ജലപീരങ്കികളുടെയും ലാത്തിയുടെയും രക്തം ചിന്തിയ ചിത്രങ്ങൾ കാണിച്ച് BGM ഇട്ട് സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്ക് വേണ്ടി മാത്രമായി സമരം നടത്തുന്ന ഒരു സംഘമായി കേരളത്തിലെ SFI മാറിയിരിക്കുന്നു എന്ന് ഈ സമരാഭാസങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നു സാർ. എന്റെ ബഹുമാനപ്പെട്ട സീനിയർ അംഗങ്ങളോട്, ഇടതുപക്ഷത്തിന്റെ സീനിയർ അംഗങ്ങളോട് പറയാനുള്ളത്, സമരം എന്താണെന്നും സമരങ്ങളുടെ മുദ്രാവാക്യം എന്താകണമെന്നും ആ മുദ്രാവാക്യങ്ങൾക്ക് എങ്ങനെയാണ് മൂല്യം ഉണ്ടാകേണ്ടതെന്നും പുതിയ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് സാർ. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിന്റെ ജനത കൈവെള്ളയിൽ നൽകിയിരുന്നു ഇവർക്ക്, ഈ ഇടതുപക്ഷത്തിന് കേരളത്തിന്റെ ഭരണം. പക്ഷെ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല സാർ. നമുക്കറിയാം, PMC എന്ന് പറയുന്ന RSSന്റെ അറവുശാലയിലേക്ക് കേരളത്തിന്റെ ക്ലാസ് മുറികളെ ഏകപക്ഷീയമായ കരാറുകളിലൂടെ എറിഞ്ഞു കൊടുത്തവരാണ് സാർ ഈ ഇരിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്നവർ. അവർ കേരളത്തിന്റെ കലാലയങ്ങളിൽ കാവ്യരാഷ്ട്രീയത്തിന്റെ വിത്ത് മുളയ്ക്കാൻ പാകപ്പെടുത്തി കൊടുത്തവരാണ് സാർ. സാർ, അത് മാത്രമാണോ? ഇന്ന് PMCയെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന പ്രതിപക്ഷത്തോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. PM ഉഷ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആരാണ് നടപ്പിലാക്കിയത് സാർ? MOU ഒപ്പുവെക്ക് മാത്രമല്ല, വൈസ് ചാൻസലർമാർ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പരിതപിക്കുന്ന പ്രതിപക്ഷത്തോട് ഞാൻ ചോദിക്കുന്നത്, PM ഉഷ 100% നടപ്പിലാക്കിയ സ്റ്റേറ്റിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. RSSന്റെ അജണ്ടയാണ്, BJPയുടെ അജണ്ടയാണ്, ഇതേ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. അത് മുഴുവനായി നടപ്പിലാക്കാൻ, അതിലൊപ്പുവെക്കാൻ നിങ്ങളുടെ കൈ വിറച്ചില്ല എന്നത് കേരളത്തിന്റെ RSSന് ഒറ്റുകൊടുത്തവരാണ് ഇടതുപക്ഷക്കാർ എന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്ന് അവരോട് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് സാർ. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു സാർ. ഇപ്പൊ പറയുന്നത് PMC ഒരു സ്വിച്ച് ഇട്ട പോലെ അവസാനിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെ സ്വിച്ച് ഇട്ടാൽ അവസാനിക്കുന്ന രൂപത്തിലാണോ നിങ്ങൾ ഈ കരാറിൽ ഒപ്പുവെച്ചത്? അല്ലല്ലോ. നമുക്ക് കേരളത്തിന് മാത്രമായി പിന്മാറാൻ കഴിയാത്ത വിധം ഊരാക്കുടുക്കൽ ഉണ്ടാക്കി ഒരു കരാറിൽ പോയി നിങ്ങൾ ഒപ്പുവെച്ചു. ഞാൻ പ്രതിപക്ഷത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അങ്ങനെ കൊണ്ടുവച്ച ഈ കരാർ അത് നടപ്പിലാക്കാതിരിക്കാനുള്ള അവസാന സാധ്യതയും പരിശോധിക്കാനാണ് ഐക്യജനാധിപത്യ മുന്നണി ഒരു സമിതിയെ വെച്ച് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ നടപ്പിലാക്കാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളെയും ഞങ്ങൾ പരിശോധിക്കുമെന്ന് മാത്രമല്ല, ഊരാക്കുടുക്കിനകത്ത് കേരളത്തിന്റെ കഴുത്ത് നിങ്ങൾ വെച്ച ഊരാക്കുടുക്കിനകത്ത് കുടുങ്ങുമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞ വാചകമുണ്ട്, കേരളത്തിന്റെ ക്യാമ്പസുകളിലെ, കേരളത്തിന്റെ സ്കൂളുകളിലെ സിലബസുകളിലേക്ക് ഒരു വരി സംഘപരിവാറിന്റേത് കയറി വരാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. കേരളത്തിന്റെ സ്കൂളിന്റെ വരാന്തയിലേക്ക് ഒരു സംഘപരിവാറുകാരനും അവകാശം പറഞ്ഞു വരാവുന്ന ഒരു പാഠപുസ്തകവും ഉണ്ടാവില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പ്രഖ്യാപിക്കുകയാണ്. അത് മലയാളിയുടെ കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ഒരുക്കിയിട്ടുള്ള ഊരാക്കുടുക്കിനകത്ത് കേരളത്തിന്റെ കഴുത്ത് കുടുങ്ങിയാലും RSSകാരനെ കൈയടിക്കാൻ അതിലൊന്നുമില്ലാതിരിക്കാനുള്ള ജാഗ്രത ഐക്യജനാധിപത്യത്തിന്റെ ഭാഗത്തുണ്ടാകും എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് സാർ. കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സാർ ചെടിച്ചട്ടി കൊണ്ട് തലതല്ലി പൊളിച്ച ഒരു പോലീസ് കാലം മലയാളി കണ്ടത്. അത് മാത്രമാണോ? അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോ ഒരു കുപ്പി വെള്ളം റോഡിൽ നിന്ന് കോരിയെടുത്ത് ഒരു കുപ്പി വെള്ളവുമായി ഈ സഭയിൽ വന്നു സാർ. സഭയിൽ ഉയർത്തി കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് ചൊറിയുന്നുണ്ട് എന്ന്. സാർ, ആ പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ തലതല്ലി പൊളിച്ചും പോലീസിന്റെ ലാത്തി നിങ്ങളുടെ പ്രവർത്തകന്മാർ ഉപയോഗിച്ച് അടിച്ചു തകർത്ത തലതല്ലി പൊളിച്ച പ്രവർത്തകന്മാരാണ് ഇന്ന് ഭരണപക്ഷത്തിന്റെ ബെഞ്ചിരിക്കുന്നത് എന്ന് അവർ ഓർക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾ കാര്യം പറയാം, ഇതാ ഇന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് ചൊറിയുന്നുവെങ്കിൽ അത് ഈ കോരിയെടുത്ത വെള്ളത്തിന്റെ ചൊറിച്ചിലല്ല. 10 വർഷക്കാലം അധികാരത്തിന്റെ ശീതളച്ചായിൽ ഒരുങ്ങിയിരുന്ന് ഇപ്പോ വെയിലത്തിറങ്ങി സമരം ചെയ്യുമ്പോ സ്വാഭാവികമായി ചൊറിച്ചിലുണ്ടാകും സാർ. അതവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് മാത്രം പറയാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാണ് സാർ. ഇപ്പൊ UDF-നെതിരെ സംഘപരിവാറിന്റെ ചാപ്പ കുത്തണം. അതിനേറ്റവും അവസാനം അവർ ഉയർത്തി കാണിക്കുന്നത് PMAY ആണ്.
കേരളത്തിന്റെ പ്രിയങ്കരനായ LSTD വകുപ്പ് മന്ത്രിയെ KM ഷാജിക്ക് നേരെ അവർ ആരോപണം ഉന്നയിക്കുകയാണ്. അതിന് അവരുടെ നേതാവ് AR റഹീം ഉയർത്തിക്കാണിച്ച ഒരു ചിത്രമുണ്ട്. ഉത്തർപ്രദേശിൽ പോയിട്ടാണ് അദ്ദേഹം ആ ചിത്രം ഉയർത്തിപ്പിടിച്ചത്. സാർ, ഈ ചിത്രം ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോ കേരളത്തിന് സമ്മാനിച്ച ഒരു വീടിന്റെ ചിത്രമാണ് സാർ. ഇതിൽ സീലുണ്ട് സാർ, ഇതിൽ നിങ്ങൾ പറഞ്ഞ ചിത്രമുണ്ട് സാർ, നിങ്ങൾ പറഞ്ഞ ഗുണഭോക്താവിന്റെ ചിത്രം ഉൾപ്പെടെയാണ് ഇതിലുള്ളത്. ഇത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിനകത്തുണ്ട്. ബഹുമാനപ്പെട്ട LSTD മന്ത്രിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ആ വെബ്സൈറ്റിനകത്ത് നിന്ന് ആ ചിത്രങ്ങൾ റിമൂവ് ചെയ്യാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തയ്യാറാകണം എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. സാർ, മലയാളി പ്രബുദ്ധരാൻ, മലയാളിക്ക് സവിശേഷമായ വിവേകമുണ്ട്. ആ വിവേകം കൊണ്ടാണ് സാർ ഐക്യജനാധിപത്യ മുന്നണി 102-ലും ഇവർ 36-ലും ഒതുങ്ങി നിൽക്കുന്നത്. ഇത്തരം ആരോപണങ്ങളെ ഈ കേരള ജനത അത് തള്ളിക്കളയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥന ചർച്ചകളെ പിന്തുണച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സാർ.